ഒരുപാട് വിവാദങ്ങൾ അല്ലേ, നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? ഒരുപാട് വിവാദങ്ങള്. സുബ്ഹാനല്ലാഹ്, നമ്മൾ തന്നെ അറിയില്ല. യൂട്യൂബ് തുറക്കുമ്പോ ഇത് ഞാനാണെന്ന് പോലും ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. അത്രയ്ക്ക് വിവാദങ്ങള്. സുബ്ഹാനല്ലാഹ്, അതിലൊന്നും എനിക്ക് സങ്കടമില്ല, അതിലൊന്നും എനിക്ക് പ്രയാസങ്ങളില്ല. ആരെന്ത് പറഞ്ഞാലും അള്ളാഹു അവർക്ക് ബറക്കത്ത് അല്ലാഹു കൊടുക്കട്ടെ. ആര് കുറ്റപ്പെടുത്തിയാലും ഓൽക്കല്ലാഹു ഒരുപാട് നിഅമത്ത് കുടുംബത്തിനും അല്ലാഹു കൊടുക്കട്ടെ. എന്നെ അറിയാത്തവര് അവരാണ് എന്നെ കുടിച്ച് വേദന. എന്നെ അറിയുന്നവരുണ്ട്, എന്നെ അറിയുന്നവര്, എന്നെ അറിയുന്നവര്. അതൊക്കെ ഏറ്റവും വലിയ. അള്ളാഹു ആർക്കൊരു നിഅമത്ത് കൊടുത്താൽ അല്ലാഹു തരുന്ന നിഅമത്തല്ലേ. അള്ളാഹു തരുന്ന ഓരോരോ നിഅമത്ത് അള്ളാഹു ആർക്കാണ് പടച്ച റബ്ബ് നിഅമത്ത് കൊടുക്കാന്ന് പറയാൻ പറ്റൂല. അല്ലാഹു തന്ന നിഅമത്താ. പിന്നെ കോട്ടിൽ ഒരുപാട് അറിവുള്ള ഇൽമു പഠിച്ച ഒരുപാട് പണ്ഡിതന്മാർ യൂട്യൂബ് ലൈവ് നടത്തുന്നുണ്ട്. ഓൾക്ക് ചിലപ്പോ 300-400 ആളുകൾ ഉണ്ടാകുള്ളൂ. ഒരു വിവരമില്ലാത്ത എനിക്ക് റബ്ബ് തന്നങ്ങൾ കണ്ടില്ലേ. ഞാൻ വലിയ ഇൽമു പഠിച്ച ആളൊന്നുമില്ല, എനിക്ക് വലിയ ഇൽമില്ല. പക്ഷേ ഇത് അള്ളാഹു തന്ന നിഅമത്ത് അല്ല. അല്ലാഹ് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ വലിയ ഇൽമുള്ള ആളാണ്. ഞാൻ എപ്പോഴും പറയും സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ യൂട്യൂബ് ചാനൽ എന്റെ കൂടെ പറപ്പിങ്ങൾക്കറിയാം. എല്ലാ ദിവസവും ഇവിടെ ഒരുപാട് അമുസ്ലിങ്ങളായ സഹോദരിമാര് വന്നിട്ടുണ്ട്. ഈ പരിപാടിക്ക് അമുസ്ലിങ്ങൾ ഒരുപാട് ആളുകൾ. നൂറെ ഹബീബ് എന്ന് പറയപ്പെടുന്ന ഒരു മജ്ലിസ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞാലും അതിന് ഉത്തരം തരുന്നുണ്ട്. എത്ര ആളുകൾക്കാണ് അല്ലാഹു സന്തോഷങ്ങൾ അല്ലാഹു നൽകുന്നത്, ആ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകുന്നത്. അത് എന്റെ കഴിവുകൊണ്ടല്ല. എനിക്ക് റബ്ബ് ഒരു കഴിവും ഒരു കറാമത്ത്. പല ആളുകളും പറഞ്ഞിട്ടുണ്ട് റബ്ബ് എന്തോ ഒരു കഴിവും കറാമത്തും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് എന്റെ കഴിവല്ല, അല്ലാഹുവിനൊരു കറാമത്തും അല്ലാഹു തന്നിട്ടില്ല. പക്ഷേ ആ മജ്ലിസില് എന്റെ കൂടെ പിറപ്പീങ്ങളായ സഹോദരിമാര് ഒരുപാട് യതീമക്കള്, നിങ്ങൾക്കറിയോ 14 യതീമക്കള്, 14 യതീമക്കൾക്ക് നൂറെ ഹബീബെ കുടുംബം വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് എങ്ങനത്തെ മക്കളാ നിങ്ങൾക്കറിയോ? കൈക്കുഞ്ഞുങ്ങളായ ചെറിയ അപകടത്തിൽ മരണപ്പെട്ടു പോയ, പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂട്യൂബില്, ചെറിയ മക്കളെ ഒരു പൈസയുമില്ലാതെ അധ്വാനിച്ച് 1000 രൂപ കിട്ടുന്നതിൽ 300 രൂപ പടച്ചോനെ തങ്ങളെ നിങ്ങൾ യതീമക്കൾ കൊടുക്കണേ, നിങ്ങൾ യതീമക്കൾ കൊടുക്കണേ എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ വന്നപ്പോ എത്ര ആൾക്കാർ എനിക്ക് പിന്നെ കമ്മിറ്റിക്കാരോട് പറയാനുള്ളത്, ഇവിടെ വന്നപ്പോ കുറെ ആൾക്കാർ എനിക്ക് പൈസ തന്നു, കുറെ കവർ തന്നു. അത് നിങ്ങൾക്കുള്ളതല്ല, അത് യതീമക്കൾക്കാണ്. അത് യതീമക്കൾക്ക് വേണ്ടി. നിങ്ങൾക്കറിയോ വലിയ ചെറിയ സംഖ്യയല്ല, വലിയ സംഖ്യ തന്നെ വേണം. വിവാദങ്ങളുണ്ടായി, കുറച്ചാളുകൾ ബേക്കോട്ടടിച്ചു. എന്നാലും സങ്കടമില്ല. എനിക്ക് മുതലുണ്ട്, എന്റെ മുതൽ വിറ്റിട്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യും? യതീമക്കൾക്കുള്ള വീട് നമ്മള് വെച്ചു കൊടുക്കും. ചെറിയ കൈക്കുഞ്ഞുങ്ങളാ. ഇപ്പോഴും ഇപ്പൊ ഞാൻ അടുത്തിവിടെ ഒരു കുച്ചി അടിച്ചു, ഒരു യതീമക്കൾ മൂത്തോടം എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് 4 ചെറിയ മക്കളാ. ഏറ്റവും മൂത്ത കുട്ടിക്ക് 8 വയസ്സാ. ആ സഹോദരി ഇപ്പോഴും ഇരിക്കാണ്. ഏറെ വന്നാൽ ഒരു 50 ദിവസമായിട്ടുണ്ടാവും. അങ്ങനത്തെ യതീമക്കൾക്ക് വീട് വെച്ച് കൊടുക്കുമ്പോ അവരുടെ ദുആ. അപ്പൊ അതുകൊണ്ടാണ് ഈ നൂറെ ഹബീബെ കുടുംബത്തിന് അള്ളാഹു തന്ന നിഅമത്ത്. അതല്ല തന്ന നിഅമത്ത്. അപ്പൊ നിങ്ങൾ വന്നില്ലേ? ഇപ്പൊ ഞാൻ ഇവിടെ വന്നു, ഇത്തരങ്ങാണ് ജനങ്ങളാ. കരിങ്കല്ലത്താണ് 2 ലക്ഷത്തിൽ ചെല്ലാൻ ആളുകളാ. നമ്മളൊരു പോസ്റ്റ് അടിച്ചിട്ടില്ല, ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങളിപ്പോ ഇവിടെ മജ്ലിസിൽ എത്ര അനൗൺസ്മെന്റ് ചെയ്തു അല്ലേ? തങ്ങളിപ്പോ ഒന്നും ചെയ്തിട്ടില്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹു തന്ന നിഅമത്താണ്. അള്ളാഹു ഇനിയും നിഅമത്ത് തരാൻ ഞങ്ങളൊക്കെ ദ്വാരിക്കണം. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടുന്ന് വരുമ്പോ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ പരിസരം വന്നപ്പോ ഒരുപാട് സന്തോഷാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചെന്താ? നിങ്ങൾക്കുള്ള കൂടെ പറപ്പീങ്ങൾ ഇന്നും ഈ മജ്ലിസിൽ വന്നു. ഇത് ചെറിയൊരു ഏരിയ മാത്രമാണ്. അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ് ലക്ഷങ്ങള് കഴിഞ്ഞ 27-ാം തീയതി പങ്കെടുത്തു. ഇൻഷാ അല്ലാഹ് 24-ാം തീയതി വരുന്ന ഞായറാഴ്ച ഇനിയും ഇൻഷാ അല്ലാഹ് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന മജ്ലിസ്. അല്ലാഹു അതിൽ വരാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ്
ഈ ഇപ്പൊ ഇവിടെ വന്നപ്പോ ഉസ്താദ് വയൽ പറഞ്ഞു, അത് കേട്ടു. കമ്മിറ്റിക്കാര് പറഞ്ഞു മദ്രസ ഉണ്ടാക്കണം, മേലൊക്കെ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞു. തങ്ങൾ പാപ്പ അങ്ങള് പൈസ പിരിച്ചു തരുന്ന അൽഹംദുലില്ലാ. ഇവിടെ വന്നപ്പോ ഉസ്താദന്മാരൊക്കെ പൈസ പിരിച്ചു. ഇപ്പൊ ആ ഡ്യൂട്ടി എനിക്കില്ല. ആ ഡ്യൂട്ടി ഞാൻ എന്താ ചെയ്യലോ, എല്ലാവരും മജ്‌ലിസിൽ പോയി എല്ലാവരെ കൊണ്ട് 1000 ഉറുപ്പിക ഇരിക്കല. മാഷാ അല്ലാഹ്. അല്ലാഹു ഇപ്പൊ ഏകദേശമൊക്കെ ആയിട്ടുണ്ടാവും അല്ലെ? അൽഹംദുലില്ലാ. ഇനിയിപ്പോ ഞാൻ പിരിക്കണത് ശരിയില്ല, കാരണം ഇനി ഞാൻ ചോദിക്കുമ്പോൾ വിഷമാവും. തന്നോലെന്നെ പിന്നെയും തരും. അതെന്റെ ടീം നിങ്ങളെ ടീമൊന്നുമില്ല. ഇന്ന് വന്നതൊക്കെ അൽഹംദുലില്ലാ ഇതൊക്കെ എന്റെ കൂടെ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നമുക്ക് തക്ബീർ ചൊല്ലണം. തങ്ങളിപ്പാന്റെ കൂടെ പിറപ്പാണെങ്കിൽ സുബ്ഹാനല്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് നഷ്ടമാവില്ല, ഈ സമയം നിങ്ങൾക്ക് നഷ്ടമാവില്ല, ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടാവില്ല, ഉറപ്പാ. അല്ലാഹു നിങ്ങളെ കുടുംബ ജീവിതത്തിലും നിങ്ങളെ ജോലിയിലൊക്കെ ഉള്ള ബറക്കത്തുള്ള നൽകട്ടെ. അല്ലാഹുവോട് എപ്പോഴും നിങ്ങൾ ദ്വാരിക്കണം. പെട്ടെന്നുള്ള മരണങ്ങള്. ഇപ്പൊ ഞാൻ വരുമ്പോ ഒരു കുടുംബം ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ നൂറെ ഹബീബെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി ടീമിനെ സഹായിക്കുന്നവരാ, അപകടത്തില് വണ്ടിയിൽ നിന്ന് തെറിച്ചു വീണു, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്, തലക്ക് പരിക്കുണ്ട് തങ്ങളെ, ഡോക്ടർമാർ വല്ലാത്ത വിഷമമാണ് പറഞ്ഞത്. തങ്ങളിപ്പാന കുടുംബം പ്രത്യേകിച്ച് വിളിച്ചു പറഞ്ഞു, തങ്ങളെ പ്രത്യേകം ദ്വാരിക്കണേ. അതൊരു വിശ്വാസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമോൾക്ക് പെട്ടെന്ന് ആഫിയത്തുള്ള ആരോഗ്യം അല്ലാഹു കൊടുക്കട്ടെ. ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന യൂട്യൂബിലൂടെ കാണുന്ന എന്റെ ഒരാൾക്കും അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങൾ അല്ലാഹു കൊടുക്കാതിരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോ ഞാൻ പിരിക്കുന്നില്ല ഇൻഷാ അല്ലാഹ്. എല്ലാ മജ്‌ലിസിൽ പോയാലും സുബ്ഹാനല്ലാഹ് ഇതന്നെ പണി, പിരിച്ച എല്ലാ ജൂൺ 10 തീയതി വരെ. ജൂൺ 10 അത് അല്ലാഹു, അതും അല്ലാഹു തന്ന നിഅമത്താ. ജൂൺ 10 തീയതി വരെ ഒരു ദിവസം പോലും ഒഴിവില്ല, ഒക്കെ ബുക്കിംഗ് എല്ലാ ദിവസവും. ഞാൻ പറഞ്ഞു കമ്മിറ്റിക്കാരോട്, ഈ യൂട്യൂബിലൊക്കെ വിവാദങ്ങൾ ഉണ്ടാകണമെന്ന് നിങ്ങൾ കേൾക്കണില്ലേ, പിന്നെ നിങ്ങൾ എന്താ അങ്ങനെ വരുന്നത്? അൽഹംദുലില്ലാഹ്. അവര് പറഞ്ഞ മറുപടി എന്താ? അല്ലാഹു തങ്ങൾക്ക് ഒരു നിഅമത്ത് റബ്ബ് തന്നിട്ട്. നിങ്ങൾ ആരാന്നും, നിങ്ങൾ എത്ര സമ്പാദിച്ചു എന്നും, നിങ്ങൾക്ക് കിട്ടുന്ന സാമ്പത്തികം നിങ്ങൾ എന്ത് ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പോണം മജ്‌ലിസ്, തങ്ങളെ ആളുണ്ടാവും, ഒരു സംശയമില്ല. പടച്ച തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കൂടപ്പിറപ്പിങ്ങൾ ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞു, ആ സ്കൂള് മുറ്റൊക്കെ ഇവിടെ മാത്രമല്ല സ്കൂളുകളൊക്കെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഇന്റെ കൂടപ്പിറപ്പിങ്ങളാ പടച്ചവനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പന്റെ സഹായം അല്ലാഹു ഖബറിൽ എന്റെ കൂടപ്പിറപ്പിങ്ങൾക്ക് അല്ലാഹു നൽകട്ടെ. ആരുണ്ടാവില്ല ഖബറിൽ കിടക്കുമ്പോ കുറ്റപ്പെടുത്തിയവരിപ്പോ ഇൻഷാ അല്ലാഹ് ഇന്ന് എത്ര ആള് വിളിച്ചു പറഞ്ഞു വരോ, തങ്ങളെ പൊരുത്തപ്പെടണേ. ഒരു കുടുംബത്തിലൊരു സഹോദരി വിളിച്ചിട്ട് പറയാണ്, പൊന്നാരച്ചങ്ങളെ ഞങ്ങളോട് പൊരുത്തപ്പെടണം. ഞാൻ ചോദിച്ചു എന്തിനാ? എന്നോട് പറയാണ്, ഓരോരുത്തരുടെ കുടുംബങ്ങള് നൂറെ ഹബീബെ പരിപാടി കണ്ടവരാണ്, എല്ലാ ദിവസവും ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. വിവാദങ്ങൾ വന്നപ്പോ എന്റെ അയൽവാസികൾ എന്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, തങ്ങള് ശരിയില്ല, പരിപാടി കാണരുത്. ഞങ്ങൾ വിശ്വസിച്ചു പോയി തങ്ങളെ, ഞങ്ങളൊന്നും ആലോചിച്ചില്ല. ഉടൻ തന്നെ ഞങ്ങൾ ലെഫ്റ്റ് അടിച്ചു പോയി. സുബ്ഹാനല്ലാഹ്. ദിവസങ്ങൾ എങ്ങനെ കഴിഞ്ഞുപോയി. സത്യം എന്താണെന്ന് എന്റെ കുടുംബങ്ങൾ അന്വേഷിച്ചു, എന്റെ ആങ്ങൾ അന്വേഷിച്ചപ്പോ സത്യാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായി. ഒരുപാട് കുറ്റം ഞങ്ങൾ പാപ്പാനെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വെക്കല്ല തങ്ങളെ, ഇവിടുന്ന് പൊരുത്തപ്പെട്ട് തരണം. അത് മാത്രമല്ല, ഞങ്ങളെ ലെഫ്റ്റ് അടിച്ച ഗ്രൂപ്പിലേക്ക് ഞങ്ങളെ കയറ്റാനും ആ ദിവസവും ഞങ്ങൾക്ക് ലിങ്ക് കിട്ടാനുമുള്ള ഒരു വഴി നിങ്ങൾ പറഞ്ഞു തരുന്ന ഒരുപാട് കുടുംബങ്ങള്. ഉമ്മ നിങ്ങൾക്കറിയോ, എന്റെ ഉമ്മമാർ എനിക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണ്ടി എന്റെ ഉമ്മമാര് നൂറെ ഹബീബെ കുടുംബത്തിൽപ്പെട്ട എന്റെ ഉമ്മമാര് കരഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഉമ്മമാർക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ആരോഗ്യം അല്ലാഹു കൊടുക്കട്ടെ.
ഒരുപാട് വല്യപ്പന്മാര്, ഒരുപാട് ആളുകൾ എന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ വിഷമിക്കരുത് കേട്ടോ, നിങ്ങൾ വിഷമിക്കരുതേ എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഒരിക്കലും വിഷമം എനിക്കുണ്ട്, എനിക്കൊരു കാര്യത്തിലും മാത്രമേ എനിക്ക് വിഷമം ഉണ്ടായിട്ടുള്ളൂ. ഇത്രയൊക്കെ കുതൂഹലം ഒരുപാട് ആളുകൾ എന്നെ മോശപ്പെടുത്തി, ഒരുപാട് എന്നെ അറിയുന്ന കുടുംബങ്ങൾ പോലും എന്നെ വേദനിപ്പിച്ചപ്പോഴും എനിക്ക് വേദനിച്ചിട്ടില്ല. എനിക്കൊരു വിഷമം ഉണ്ടായി. എന്താ അറിയോ, ഒരുപാട് ആളുകള് പല സ്ഥലത്തും ചെന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ എന്റെ കൂടപ്പുറപ്പിങ്ങൾ സത്യം അത് ഓല് പറഞ്ഞത് വിശ്വസിച്ചു. കുറെ ആളുകൾ ലെഫ്റ്റ് അടിച്ചു പോയി, എന്നിൽ നിന്ന് അകന്നു പോയി. ആ ഒരു സങ്കടം അല്ലാതെ വേറൊരു സങ്കടം എനിക്കുണ്ടായിട്ടില്ല. വിഷമങ്ങള് അള്ളാഹുന്റെ റസൂൽ അനുഭവിച്ച വേദന പോലും ഞാൻ അനുഭവിച്ചിട്ടില്ല. നമ്മൾക്ക് ഒരു കടുക് മണിയോളം അനുഭവിച്ചിരിക്കണം ഇല്ല. ഞാനൊരു ദിവസം അള്ളാഹുവിന്റെ റസൂലിനോർത്ത് കരഞ്ഞിട്ടുണ്ട്. പടച്ചോനെ, ഞങ്ങളൊക്കെ എത്ര അനുഭവിച്ചു, അള്ളാഹിന്റെ റസൂൽ ഇത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ കമ്മിറ്റിക്കാരോടും ഇവിടെ ഇരിക്കുന്നവരോടൊക്കെ പറയാനുള്ളത് എന്താ അറിയോ, നിങ്ങളെ അള്ളാഹ് ഇഷ്ടപ്പെട്ടവരാ. കാരണം എന്താ അറിയോ, നൂറെ ഹബീബിന്റെ ഒരുപാട് ഉമ്മമാര് ഒരു വഖത്ത് തഹജ്ജുദ് നിസ്കാരം പോലും ഒഴിവാക്കാതെ തസ്ബീമാല കയ്യിൽ നിന്ന് വെക്കാച്ച ഒരുപാട് ഉമ്മമാര് ഈ മജ്ലിസിലുണ്ട്. അവരുടെ ദുആ മതി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ. എല്ലാരും അള്ളാഹു ഇന്നത്തെ ദുആ എല്ലാ ദിവസവും ദുആ അള്ളാഹു സ്വീകരിക്കുന്നുണ്ട്. ഓരോരോ ദിവസം എത്ര ഫളിലുകളാ അള്ളാഹു തന്ന നിഅമത്താ. ഒരുപാട് ആലിമീങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അൽഹംദുലില്ലാഹ് വലിയൊരു സയ്യിദിന്റെ നാവിൽ നിന്ന് എനിക്ക് വലിയൊരു വാക്ക് കിട്ടിയിട്ടുണ്ട്. അത് മതി. ഞാനാരെയും ഇൻഷാ അല്ലാഹ് ഭയപ്പെടുന്നില്ല. അറിഞ്ഞുകൊണ്ട് എന്റെ കൂടപ്പറപ്പിങ്ങളോട്, എന്റെ അമ്മമാരോടും, എന്റെ പെങ്ങന്മാരോടും, എന്റെ വാപ്പമാരോടും, ജ്യേഷ്ഠന്മാരോടും, അനുജന്മാരോടൊക്കെ പറയാനുള്ളത്, അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങള് പൈസ ഇത് ഒരു മദ്രസക്ക് വേണ്ടിയാ. ഉസ്താദ് നല്ലോണം വയല് പറഞ്ഞു. ഞാൻ പിന്നെ യാത്രയിൽ അത് കേൾക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ആരോഗ്യം അള്ളാഹു നൽകട്ടെ. അപ്പൊ സംഘാടകർ നിങ്ങളേച്ച് വരും. മദ്രസക്ക് വേണ്ടിയാ. നമ്മള് ഖബറിൽ പോയാലും ഇൻഷാ അല്ലാഹ് ആ മദ്രസയിൽ പഠിക്കുന്ന മക്കൾ ഇങ്ങനെ ഖുർആൻ ഓതുമ്പോ അത് നമ്മളെ ഖബർക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്റെ കൂടെ പറപ്പിങ്ങളോട് വിഷമിപ്പിക്കല്ല കേട്ടോ, ആരും വിഷമം വിചാരിക്കരുത്. ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സഹായിക്കാനും നിൽക്കണ്ട. എന്താ അറിയോ, നിങ്ങൾ ഒരുപാട് അല്ലെ കുറെ പൈസ പിരിച്ചതാ, മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാരും കമ്പില് വരുമ്പോ 1000 ഉറുപ്പ്യ തോന്നുന്ന വേണ്ട. എനിക്കറിയാം തോനെ പറഞ്ഞ നിങ്ങൾ ചേരുമെന്ന്. ഞാൻ എന്റെ കൈ കൊണ്ട് സ്വർണം വാങ്ങാത്ത മാഷാ അല്ലാഹ് ഞാൻ ചോദിച്ചത് ഞാൻ വിളിച്ച അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എനിക്കറിയേ ഇൻഷാ അല്ലാഹ് എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ ദിവസം അള്ളാഹുവിന്റെ ഖൈറിന്റെ റിക്കാർഡിൽ രേഖപ്പെടുത്തി ഈ പരിപാടി അള്ളാഹുവിന്റെ ഖൈറിന്റെ റിക്കാർഡിൽ ഉണ്ടാവും, ഒരു സംശയം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസം അള്ളാഹുവിന്റെ ഖൈറിന്റെ റിക്കാർഡിൽ അള്ളാഹു എഴുതി വെക്കും. യൂട്യൂബിലൂടെ കാണുന്നവരോടും പറയാനുള്ളത്, ഇതൊരു മദ്രസക്ക് വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് ഇൽമ പഠിക്കുന്ന മദ്രസക്ക് വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ എല്ലാവരും സഹായിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് ദിക്ർ ചെല്ലണം. നമ്മളെ പൈസ അതും പേടിയാ, എന്നെ പൈസ പിരിച്ചാണല്ലോ കൊണ്ടുവന്നത്, ദുആ ചെയ്യാനാ. അപ്പോ ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്തില്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും. അപ്പൊ നമുക്ക് കുറച്ച് സ്വലാത്ത് ചെല്ലണം, കുറച്ച് ഇസ്തിഗ്ഫാർ ചെല്ലണം. നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് ഇല്ലേ, അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഇതിൽ ഇവിടെ വന്നവരിൽ ഏറ്റവും ആളുകള്, ഒരുപാട് ആളുകള് വർത്താനം പറയരുതിട്ടോ. എന്തായാലും വിചാരിക്കും ഇൻഷാ അല്ലാഹ് നമ്മളെ ഉമ്മാനെ നമ്മൾ ഓർക്കണം, നമ്മളെ വാപ്പാനെ നമ്മൾ ഓർക്കണം. അവരൊക്കെ മരിച്ചുപോയവരുണ്ടാവും. ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാരും ഒരു 1000 ഉറുപ്പ്യ ഇന്നില്ലെങ്കിൽ ഒരു മാസത്തിന്റെ ഉള്ളിൽ കൊടുത്താൽ മതി അല്ലെ. റമളാന്റെ ഉള്ളിൽ കൊടുക്കുകയാണെങ്കിൽ വലിയ ബർക്കത്ത് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഞങ്ങളെല്ലാരും ആദ്യം സംഘാടകർ കൊടുക്കണം. ഇന്റെ പേര് എഴുതണം കേട്ടോ. 1000 ഉറുപ്പ്യ തങ്ങൾ പാപ്പാന്റെ പേര് എഴുതണം.
ഇവലൊക്കെ പേര് എഴുതണം. നമ്മളെ ഉസ്താദിന്റെ ഒക്കെ ഇവലൊക്കെ നാടവല് പഠിച്ച സ്കൂളാണത്. ഞങ്ങൾ ബാബാന്റെ പേര് എഴുതണം കേട്ടാ. നിന്റെ പേര് ആദ്യം എഴുതിട്ട് നിന്റെ തങ്ങൾ പണ്ട് പോണതിന് മുന്നേ ഞങ്ങൾ ബാബാന്റെ 1000 റുപ്യ വാങ്ങും ചെയ്യാം. മറക്കരുത് കേട്ടാ ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാരും ഇൻഷാ അല്ലാഹ് എല്ലാരും എന്ത് ചെയ്യാ, നിങ്ങള് പിന്നെ കമ്മിറ്റിക്കാരോട് ഇതാരെ പിരിച്ചാൻ പോണേ, നിങ്ങൾ തരുവോ എന്ന് ചോദിക്കരുത്. അപ്പോൾ ഇല്ല എന്ന് ഇല്ല. തന്നവരെ ബുദ്ധിമുട്ടിച്ചത് പാവങ്ങളാണ്. തന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ കൂടെ പറപ്പിന് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ കേട്ടാ. നിങ്ങളൊക്കെ ജോലിയിൽ ബർക്കത്തുണ്ടാവും, നിങ്ങളൊക്കെ കാണുമ്പോ സന്തോഷമാണ് കേട്ടാ. അപ്പൊ അതുകൊണ്ട് തരുവോ എന്ന് ചോദിക്കരുത്. അപ്പൊ തരൂല എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യാ, അവരോട് പറയാ കേട്ടോ. എന്തായാലും സ്ത്രീകളവിടെ വളണ്ടിയേഴ്സ് ഇല്ല, സ്ത്രീകളുടെ അടുത്ത് വളണ്ടിയേഴ്സ് സ്ത്രീകൾ വേണം, ആണുങ്ങൾ പറ്റൂല ഇല്ല. അപ്പൊ എല്ലാരും ഇൻഷാ അല്ലാഹ് എല്ലാരും എന്ത് ചെയ്യാ, കുറച്ച് സ്ലിപ്പ് ഉണ്ടാക്കി എന്തായാലും കിട്ടും. എന്റെ കൂടെ പറപ്പിങ്ങൾ ചേരും. നമുക്കറിയോ 14 എച്ചിയും മക്കൾക്കുള്ള വീട്, ഒരു വീടിന് 12 ലക്ഷം 13 ലക്ഷമാണ്. അങ്ങനെ 14 വീടുകൾ കൂട്ടിയേക്കാണ് എത്ര ഉറുപ്പ്യ വന്ന്. അതൊക്കെ എന്റെ കൂടെ പറപ്പിങ്ങൾ. അള്ളാഹു ഇപ്പൊ കാഫിയത്തുള്ള അറിയും അള്ളാഹു നൽകട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷമാണ്. ഇന്നത്തെ ഈ എല്ലാ മജ്‌ലിസിലും ആളുണ്ടാവലുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്ന് അൽഹംദുലില്ലാഹ് ഒന്നും പാടെ നാട് തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാ സമയത്തും ഇതുപോലെ മജ്‌ലിസുകൾ സംഘടിപ്പിക്കുമ്പോൾ എല്ലാവർക്കും വരാനുള്ള ആഫിയത്തുള്ള അറിയും അള്ളാഹു നൽകട്ടെ.